fragrance of life. ഒരു അറേബ്യൻ പഴഞ്ചൊല്ല് ഓർമ്മ വരികയാണ്. നല്ല അയൽക്കാരനെ ലഭിക്കണമെങ്കിൽ ആദ്യമേ നീ ഒരു നല്ല അയൽക്കാരനായി തീരണം. നല്ല അയൽക്കാരില്ല എന്നുള്ളതാണ് ഇന്നിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ പരിഭവം. അയൽക്കാരൻ ശത്രുവും അപരിചിതനുമായി തീരുന്ന കഥകളാണ് നാം നിരന്തരം കേൾക്കാറ്. നിസാരമായ അതിർത്തി തർക്കങ്ങളും പരദൂഷണങ്ങളുമൊക്കെ നല്ല അയൽക്കാരെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. അതിരിൽ നിൽക്കുന്ന മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഇലകളും, എന്തിനേറെ കാറ്റത്ത് അയൽപ്പക്കത്തു നിന്ന് വരുന്ന പുകയും നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. ഇത്തരം നിസ്സാര പ്രശ്നങ്ങൾ നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ തകർച്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മനസ്സിൽ അറിയാതെ നാം സൃഷ്ടിക്കുന്ന ബെർലിൻ മതിലുകളാണ്. നാം ഒക്കെ കെട്ടിപ്പടുത്ത കോൺക്രീറ്റ് മതിലുകളെ 2018 മഹാപ്രളയം തകർത്ത് കളഞ്ഞതുപോലെ നാം മനസ്സിൽ അറിയാതെ പടുത്തുയർത്തുന്ന ഇത്തരം ബെർലിൻ മതിലുകളെ തകർക്കാൻ സ്നേഹത്തിന്റെ ഒരു മഹാപ്രളയം നമുക്ക് സൃഷ്ടിക്കാനാകട്ടെ. ഒരു കാലത്ത് നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങൾ വളരെ സുദൃഢമായിരുന്നു. അയൽ വീട്ടിൽ സ്വരമുയർന്നാൽ ഓടിയെത്തി അവിടെ എന്താണ് പ്രശ്നമെന്ന ചോദ്യവുമായി അയൽപ്പക്കത്തെ വീട്ടിലെത്തുന്ന ബന്ധുക്കൾ നമ്മുടെയും ബന്ധുക്കൾ പോലെയാണ്. അവരോടേറെ സൗഹാർദ്ദത്തോടെ നാം സ്വീകരിക്കുകയും ഇടപഴകുകയും ചെയ്യാറുണ്ട്. അവിടെ ഒരു കുറവ് വന്നാൽ നമ്മുടെ സാന്നിധ്യം അവിടെ നിറവായി മാറും. എന്താവശ്യമെന്നാലും ഓടിയെത്തി സഹായിക്കാനുള്ള ഒരു സന്മനസ് അവിടെ ഉണ്ടായിരുന്നു. അയൽപ്പക്കത്തെ ആഘോഷം നമ്മുടെ ആഘോഷങ്ങളുമായി മാറിയിരുന്നു. എന്നാൽ കാലം പിന്നിട്ടപ്പോൾ ഈ നല്ല ബന്ധങ്ങളൊക്കെ വഴിമാറി. എന്റേതായ സ്വാർത്ഥ ലോകത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും ഒതുങ്ങിത്തീരുന്ന ഒരവസ്ഥ. എങ്ങനെ ഒരു നല്ല അയൽക്കാരനാകാമെന്ന് ഈശോ നല്ല സമറായന്റെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സമറായൻ അവന്റേതായ പദ്ധതികളും ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മുറിവേറ്റവനെ വഴിയിൽ കിടക്കുന്നതായി കണ്ടത്. സ്വന്തം ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും മാറ്റി മുറിവേറ്റവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ ഇറങ്ങുകയാണ്. ഇങ്ങനെ ഒരു നല്ല സമറായന്റെ ഒരു ക്യാരക്ടർ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച മഹാനായ ഒരു മനുഷ്യനുണ്ട്, ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേര. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറകുകൾ നൽകിയ ബിഷപ്പ് 1960-കളിൽ തിരുവനന്തപുരത്തെ തുമ്പ വെറും ഒരു മത്സ്യബന്ധന കേന്ദ്രം മാത്രമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷകനായ വിക്രം സാരാഭായ് തുമ്പയിലെത്തുന്നത്. ഭൂമധ്യരേഖയോട് ചേർന്ന ഈ പ്രദേശം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ പറ്റിയ ഇടമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ബിഷപ്പിനെ വന്നു കണ്ടു. ഭൂമിയുടെ കാന്തിക മേഖല സ്ഥിതി ചെയ്യുന്ന ഈ ഇടം ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും ഇത്തരമൊരു ഗവേഷണ കേന്ദ്രം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവുക ഏറ്റവും അത്യാവശ്യമാണെന്നും വളരെ നയപരമായി വിക്രം സാരാഭായ് ബിഷപ്പിനെ ബോധ്യപ്പെടുത്തി. പുഞ്ചിരിച്ചുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണല്ലോ, കുർബാനയുടെ സമയത്ത് പള്ളിയിലേക്ക് വരും, അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. കുർബാനയ്ക്ക് ശേഷം ബിഷപ്പ് വിക്രം സാരാഭായിയെ അൾത്താരയിലേക്ക് ക്ഷണിച്ചു. വിശ്വാസി സമൂഹം ആകാംക്ഷാഭരിതമായ കണ്ണുകളോടെ ബിഷപ്പിനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന മഹാനായ ഒരു പണ്ഡിതൻ. ഇദ്ദേഹത്തിന് നമ്മുടെ പള്ളി വേണം, നമ്മുടെ സ്കൂൾ വേണം, നമ്മുടെ വാസസ്ഥലങ്ങൾ വേണം.
ഇതിനു പകരം വേറെ വാസസ്ഥലങ്ങൾ ഒരുക്കി തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ അന്തിമ ലക്ഷ്യം മനുഷ്യരുടെ ദുഃഖവും കഷ്ടപ്പാടും വേദനകളുമൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ്. ദൈവവേല ചെയ്യുന്ന എന്റെയും ലക്ഷ്യം അതുതന്നെയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ തീർത്ത് സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് എന്റെയും ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ ശാസ്ത്രവും ദൈവവേല ചെയ്യുന്ന ഞാനും ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം, നിങ്ങളുടെ ക്ഷേമം. അതിനാൽ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ശാസ്ത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഒരു നിമിഷം പരിപൂർണ നിശബ്ദതയാണ് അവിടെ വരുന്നത്. അതിനുശേഷം വിശ്വാസികളെല്ലാം എഴുന്നേറ്റ് നിന്ന് ആമേൻ എന്ന് ഉറക്കെ പറഞ്ഞു. പിന്നെ അവിടെ നീണ്ട ഒരു കരഘോഷമായിരുന്നു. തുമ്പയിലെ സെന്റ് മേരി മഗ്ദലേന ദേവാലയവും 61 ഏക്കർ ഭൂമിയും സ്കൂളും 188 കുടുംബങ്ങളുടെ വാസസ്ഥലവും ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി നാം വിട്ടുകൊടുത്തു. മതങ്ങളുടെ പേരിൽ പോരടിക്കുന്ന, അതിർത്തി തർക്കങ്ങളുടെ പേരിൽ വഴക്കടിക്കുന്ന, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, എന്റെ കാര്യത്തിലും ആരും ഇടപെടാൻ വരേണ്ട എന്ന മനോഭാവവുമായി സ്വന്തം ജീവിത തുരുത്തുകളിലേക്ക് പിൻവലിയുന്ന മനുഷ്യർക്ക് ഈ ചരിത്ര സംഭവം വിശ്വസിക്കാൻ അല്പം പ്രയാസമായേക്കാം. ദൈവവും ശാസ്ത്രവും കൈകോർത്ത നാൾ വഴികളായിരുന്നു അത്. തുമ്പയിലെ സെന്റ് മേരി മഗ്ദലേന ദേവാലയം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി മാറിയത് ചരിത്ര മുഹൂർത്തത്തിൽ നക്ഷത്ര തിളക്കത്തോടെ എഴുതി ചേർത്ത സംഭവമായിരുന്നു. ബിഷപ്പ് പെരേരയുടെയും അന്നത്തെ വിശ്വാസി സമൂഹത്തിന്റെയും ക്രിസ്തു ചൈതന്യം, നല്ല സമറായന്റെ മനോഭാവം നമ്മിലും ഈ ഒരു ചൈതന്യം സൃഷ്ടിക്കാൻ ഇടവരുത്തട്ടെ. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന ക്രിസ്തു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റുവാങ്ങാം.